ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബ്രെഡ് പോളയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 8 ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഈ ബ്രെഡിൻ്റെ സൈഡ് ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ബൗൾ എടുത്തിട്ട് ആ ബൗളിലേക്ക് ഈ ബ്രെഡ് ചെറിയ പീസാക്കിയിട്ട് ഇട്ടുകൊടുക്കാം. അങ്ങനെ മുഴുവനായിട്ട് ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാൽ ചേർത്ത് കൊടുക്കാം. 250 ml കപ്പിൽ 1 കപ്പ് പാൽ ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. ഇനി ഒരു കോഴിമുട്ട പൊട്ടിച്ചിട്ട് ഒഴിച്ചെടുക്കാം. നമുക്കിതിലേക്ക് 5 കോഴിമുട്ടയുടെ വെള്ള മാത്രം എടുത്തതാണ്, അതും കൂടി ഒഴിച്ചെടുക്കാം. ഇനി പാൽപ്പൊടി 2 ടേബിൾ സ്പൂൺ അളവിൽ പാൽപ്പൊടിയും കൂടി ചേർത്ത് വെക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ചെടുക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചെടുത്തിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ നല്ല പോലെ ഫൈനായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ മുട്ടയുടെ വെള്ള മാത്രമേ എടുത്തിട്ടുള്ളൂ, അതിൻ്റെ മഞ്ഞക്കരു മാറ്റി വെച്ചതായിരുന്നു. ഇതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം. നല്ല പോലെ മിക്സാക്കി എടുത്തതിന് ശേഷം മാറ്റി വെക്കാം. ഇനി നമ്മളിത് ഒരു കേക്ക് ടിന്നിലാണ് സെറ്റ് ചെയ്തെടുക്കുന്നത്. ഈ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അതും കട്ട് ചെയ്തിട്ട് വെച്ചെടുക്കാം. ഇനി നമ്മൾ അടിച്ചെടുത്തിട്ടുള്ള ബാറ്റർ മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ചെടുക്കുക. ഇനി ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാനായിട്ട് ഇഡ്ഡലി ചെമ്പിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ഒരു ഇഡ്ഡലി തട്ട് ഇതേപോലെ കമഴ്ത്തി വെച്ചെടുക്കാം. ഇതിന് മുകളിലായിട്ട് ബാറ്റർ വെച്ചെടുക്കാം. ഒന്ന് അടച്ച് വെച്ചെടുക്കാം. ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിലെ വെള്ളം തിളച്ച് വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. അങ്ങനെ ഒരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്ന് നോക്കാം. കയ്യിൽ ഒട്ടി പിടിക്കുന്നൊന്നുമില്ല, നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മുട്ടയുടെ മഞ്ഞ ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. ഒന്ന് മിക്സാക്കി എടുത്തിട്ട് ഇതിന് മുകളിലേക്ക് മുഴുവനായിട്ട് ഒഴിച്ചെടുക്കാം. ഇതൊന്ന് വെന്ത് കിട്ടാനായിട്ട് ഒരു 5 മിനിറ്റ് കൂടി അടച്ച് വെച്ചെടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോഴേക്കും നല്ല അടിപൊളിയായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ടാവും. ചൂടാറി കഴിഞ്ഞതിന് ശേഷം നമുക്കിത് പാത്രത്തിൽ നിന്നും മാറ്റാം. ചൂടാറുമ്പോൾ തന്നെ ഈ സൈഡ് ഭാഗങ്ങളൊക്കെ ഇങ്ങനെ വിട്ട് വരും. പാത്രത്തിലേക്ക് മാറ്റി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു സിമ്പിൾ സ്നാക്സാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്